കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് 2006 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോൾ 119 സ്റ്റോറും ഓൾ കേരളയുണ്ട്. മൈജിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 15 കിലോമീറ്റർ ഇടവിട്ട് മൈജിയുടെ സ്റ്റോർ എന്നൊരു പ്ലാനിലാണ് കമ്പനി വർക്ക് ചെയ്യുന്നത്. ആദ്യം ചെറിയൊരു ഷോപ്പിൽ മൊബൈൽ ഷോപ്പിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് മൈജിയുടെ. നമ്മുടെ കമ്പനിയുടെ മെയിൻ ഡ്രീം എന്ന് പറയുന്നത് 2000 പേർക്ക് ജോലി കൊടുക്കുന്ന ഡ്രീമിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കമ്പനിയുടെ നമ്മുടെ CMD ഷാജി സാറാണ് അതിൻ്റെ പ്ലാൻ. പുള്ളിയുടെ ഒരു ഐഡിയായിരുന്നു, പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്നേക്കത് 2000 കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെറിയ ഡിജിറ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അപ്ലയൻസിലേക്ക് വന്നപ്പോൾ ഫ്യൂച്ചർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും മൈജി ഫ്യൂച്ചർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളെ ആക്ടിവിറ്റീസ് ആയിട്ട് എല്ലാ ലെവലും 360 ഡിഗ്രീസിലുള്ള നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്. മെയിനായിട്ട് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽസ്, അതുപോലെ പേപ്പർ ആഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഈ പറഞ്ഞ മെയിലിൽ നമ്മൾ പേപ്പർ ആഡ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ എല്ലാ പ്ലാറ്റ്ഫോമും 360 ഡിഗ്രി ആയിട്ട് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെന്റ് ചാനലൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓരോ ബ്രാൻഡിനും സെപ്പറേറ്റ് ടാർഗറ്റ്. നമ്മൾ ഷോപ്പിന് കമ്പനി തരുന്ന ടാർഗറ്റ്, അതുപോലെ തന്നെ ഓരോ ബ്രാൻഡുകളിലും അതിൽ തന്നെ ഞങ്ങളായിട്ട് കുറേ ഫോക്കസ് ചെയ്യുന്ന കുറേ പ്രൊഡക്റ്റുകളാണ്. അതിന് സ്പെഷ്യൽ ടാർഗറ്റ്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ഓരോ ബ്രാൻഡിനായിട്ട് ടാർഗറ്റ്, അങ്ങനെ മൈജി കൊടുക്കുന്ന ടാർഗറ്റ്, എല്ലാവരും ഓരോ ബേസ് ആയിട്ടുള്ള ടാർഗറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓരോ നമ്മൾ സ്റ്റോർ ടാർഗറ്റ് ടാർഗറ്റിലേക്കാണ് നമ്മൾ ടോട്ടലി വർക്ക് ചെയ്യുന്നത്. അതിലും ഓരോ ബ്രാൻഡിൽ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ടാർഗറ്റ് നമ്മൾ കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്നത്. ബ്രാൻഡിൻ്റെ മാനേജറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ആണ് മാർക്കറ്റിംഗ്. ഞങ്ങളൊരു മാനേജർ ആ ഒരു ഇതിനകത്തൊക്കെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാനേജറിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് എന്തൊക്കെയാണ്? മെയിൻലി നമ്മൾ മൈജിയിൽ എന്താ പറയുക, ഇപ്പോൾ എല്ലാ സ്റ്റോറുകളും വർക്ക് ചെയ്യുന്ന BMs ലെവലിലുള്ള ആൾക്കാരെല്ലാവരും ഒന്നെങ്കിൽ ഡിഗ്രി ലെവൽ കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ MBA ചെയ്ത ആൾക്കാരായിരിക്കും. എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഈ സ്കിൽ, ഇത് സെയിൽസ് ഫീൽഡാണല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, സെയിൽസാണ് ശരിക്കും പറഞ്ഞത്. ഇതിൻ്റെ അകത്തുള്ള സ്കില്ല് നോക്കിയിട്ടാണ് ഓരോരുത്തരും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മളെല്ലാ പുതിയ സ്റ്റോറുകൾ വന്ന സമയത്ത് നമ്മളെല്ലാ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ വേക്കൻസീസ് എല്ലാം നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അതിൽ കൊടുത്തിട്ട് നമ്മളൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ അവിടെ വിളിച്ച് ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻസും അവരുടെ ഒരാളുടെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. അതുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നത് കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഒരു 3 മാനേജേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എല്ലാവരോടും ട്രെയിനിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവരെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. നമ്മളല്ല, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് മോർ ദാൻ എഡ്യൂക്കേഷൻ മോർ ദാൻ നമുക്ക് സ്കില്ലാണ് മെയിനായിട്ട് നോക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ ഡീലിങ്സും. അതറിയാലോ, ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ സ്റ്റോർ എന്ന് പറയുമ്പോൾ സെയിൽ മാത്രമല്ല, സർവീസ് എന്നുള്ള സംഭവം ഇല്ലാതുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, എസ്കലേഷൻസ് ഒക്കെ വരാം. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കിയിട്ടാണ് മാനേജർ ലെവലുള്ള ആൾക്കാരെ കമ്പനി കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇപ്പോൾ ഞങ്ങൾ ഒരു മാനേജറാവാൻ വേണ്ടി ഞങ്ങൾക്ക് ഫാമിലി ഞങ്ങൾക്ക് തരാൻ ഇത്രയുള്ള ഇത് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ മാത്രമല്ല. ഇപ്പോൾ ഞാനും ഓൾറെഡി നമ്മുടെ ഒരു എന്താ പറയുക, വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തതാണ്. അതിൽ നിന്ന് പിന്നീട് പ്രൊമോഷനായിട്ടാണ് ഞാൻ ലാസ്റ്റ് മൈജിൽ ടെലികമ്മ്യൂണിക്കേഷനായിരുന്നു ആദ്യം. അതിനുശേഷം മൈജിൽ സാധാരണ എനിക്ക് തോന്നുന്നില്ല ഒരു കമ്പനിയിൽ ആരും ഒരു 4-5 വർഷത്തിൽ കൂടി വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ സേഫാണ് പ്ലാറ്റ്ഫോം, നമ്മുടെ മൈജിൽ പ്ലാറ്റ്ഫോം അടിപൊളിയായതുകൊണ്ടാണ് ഞാനൊക്കെ ഇത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ, വിദ്യാഭ്യാസം മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരാൾക്ക് പഠിക്കാൻ പറ്റും, പഠിക്കാൻ സിമ്പിളല്ലേ. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു ആൾക്കാരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്ന് അപേക്ഷിച്ചായിരിക്കും നമുക്ക് കൂടുതലായിട്ടുള്ള നമ്മൾ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൂടെ വരും. സ്റ്റോറിൽ പെർഫോം ചെയ്യുന്ന ആൾ സെയിൽസിൽ ഓക്കെയാണ്, അവർ കസ്റ്റമർ സർവീസിൽ ഓക്കെയാണ്, എല്ലാത്തിലും ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് വരാൻ പറ്റും. ഇപ്പോൾ കൂടുതലും മൈജിൽ പ്രൊമോഷൻ ഈ പറഞ്ഞ പോലെ ഉള്ള സ്റ്റാഫിനെ തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവിടെ സെയിൽസ് നിൽക്കുന്ന പലരും പ്രൊമോഷനായിട്ട് ഇപ്പോൾ CBMs ഉണ്ട്. എൻ്റെ താഴെ വരുന്ന നമ്മുടെ CBMs എന്ന് പറയുന്നത് കാറ്റഗറി ബിസിനസ്മാനാണ്. അതിൽ വന്നിരിക്കുന്ന 2 പേര്, സ്റ്റോറിൽ വർക്കുന്ന 2 പേര് 3 പേര് പ്രൊമോട്ടർമാരായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ. അവരെയാണ് നമ്മൾ പ്രൊമോഷൻ ചെയ്തിട്ട് അവിടെ മാനേജർമാരായിട്ട്